ചില ചപ്പടാച്ചി കവലപ്രസംഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഒരു ബുദ്ധിജീവി ടച്ച് പ്രസംഗങ്ങളിൽ വരുത്തുക. ചില കണക്കുകളൊക്കെ ആധികാരികമായി അങ്ങ് തട്ടിവിടുക. അത്ര തന്നെ. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൃഷിക്കാർക്ക് വേണ്ടി ഒരൊറ്റ സബ്മിഷൻ മാത്രമാണ് ഉന്നയിക്കാറുള്ളത്. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ഇതൊന്ന് കൂട്ടി നോക്കി. ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിൻ്റെ കാലിത്തീറ്റയും പുല്ലും വൈക്കോലും പിണ്ണാക്ക് 280 രൂപ. ഈ 10 ലിറ്റർ പാല് വിറ്റാൽ കിട്ടുന്നത് 220 രൂപ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2 കിലോ പിണ്ണാക്കിന് 70 രൂപ, 4 കിലോ തീറ്റയ്ക്ക് 80 രൂപ, വൈക്കോലിന് 30 രൂപ, പുല്ലിന് 50 രൂപ, അതിൻ്റെ കറവക്കൂലി 50 രൂപ, 280. നമ്മൾ കൊടുത്താൽ ഈ 10 ലിറ്റർ പാലിന് കിട്ടുന്നത് 220 രൂപ. ഈ കാലിത്തീറ്റയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും പാൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും. പാലോടുകാരനാണ് പാലിൻ്റെ കാര്യത്തിൽ ഒരു ബജറ്റിനൊരുങ്ങിയത്. ചെലവ് കൂടുതലും വരുമാനം കുറവുമുള്ള ഒരു പാൽ കമ്മി ബജറ്റ്. നമുക്ക് ഇതിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും പാൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് ഈ കാലിത്തീറ്റയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് നമുക്ക് കൃഷിക്കാർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കാലിത്തീറ്റ എത്തിക്കാൻ കഴിഞ്ഞാൽ. കണക്കുകൾ തട്ടിവിടുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ തന്നെ പോലെയാണെന്ന് കരുതിയോ? വസ്തുത ഹോഴ്സ് മൗത്തിൽ നിന്ന് തന്നെ അറിയാം. പാലിൻ്റെ ഡയറക്ടർ തന്നെ കണക്ക് നിരത്തുന്നു. അല്ല, പാല് ഉൽപാദനം ഈ പറയുന്നത് പോലെ ഒരു നഷ്ട കച്ചവടമല്ല. പക്ഷെ പലപ്പോഴും നഷ്ടത്തിൽ പോകുന്നതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ 1-2 പശുക്കൾ മാത്രം വളർത്തുക, അതിനെ കൊമേഴ്സ്യലായിട്ട് കാണാത്തത് കൊണ്ടും, ഈ കൊമേഴ്സ്യലായിട്ട് പശുക്കളെ വളർത്തുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനമാണെന്നുണ്ടെങ്കിലും മറ്റ് ചിലവുകളാണെന്നുണ്ടെങ്കിലും പ്രൊപ്പോർഷനേറ്റായിട്ട് ഇത് ഇവിടെ കുറവ് ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. 280 രൂപ പാലുൽപാദനത്തിന് ചിലവ് വരുന്നു എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കണക്കുകളാണെന്ന് തോന്നുന്നില്ല. പാലിൽ വെള്ളം ചേർക്കുന്നവരെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പാലിൻ്റെ കണക്കിൽ വെള്ളം ചേർക്കുന്ന ജനുസ് ഇതാദ്യമായിട്ടാണ്.